ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് DTEC ഓഡിയോസിൻ്റെ ഒരു 5 ചാനൽ ബോർഡാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സബിൻ്റെ ബോർഡ് 6 ട്രാൻസിസ്റ്റർ സബിൻ്റെ ബോർഡിനെ പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ 5 ചാനൽ ബോർഡാണ്. ഇത് 52001943 കോമ്പിനേഷനിൽ വരുന്ന ട്രാൻസിസ്റ്റർ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഈ ബോർഡിൻ്റെ ബിൽഡ് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ബോർഡുകളാണെന്ന്. ഇതിൽ സപ്ലൈ പറയുന്നത് 27027 10 ആംപിയറാണ് ഇതിൽ പറയുന്നത്. മാക്സിമം 40 വോൾട്ട്. ഇത് DC ആണ്. DC 40 വോൾട്ട് വരെ ഇത് കൊടുക്കാം. ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഇത് നമുക്ക് ഇപ്പോൾ റിമോട്ട് കിറ്റിൽ നിന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു RMC കണക്ടർ വെച്ച് നമുക്കിത് കണക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഷീൽഡ് വേറിട്ട് സെപ്പറേറ്റ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നോയ്സ് ഒക്കെ വരുമ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എളുപ്പത്തിന് നമുക്ക് വേണമെങ്കിൽ റിബൺ വയർ ഇവിടെ ഇട്ട് സോൾഡർ ചെയ്യുകയും ചെയ്യാം. പക്ഷേ നോയ്സ് വരാതിരിക്കാൻ എപ്പോഴും നല്ലത് ഷീൽഡ് വരിട്ട് ചെയ്യുന്നതാണ്. PCBയുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. സപ്ലൈ ലൈനൊക്കെ നല്ല രീതിയിൽ ലെഡ് ഇട്ട് കട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. സോൾഡറിങ് എല്ലാം നല്ല നീറ്റാണ്. നല്ല ഹെവി ഹീറ്റ് സിങ്കാണ് കൊടുത്തത്. നമ്മൾ ഇൻവെർട്ടർ ടൈപ്പ് ഹീറ്റ് സിങ്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ബോർഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റാവും. അപ്പോഴതിന് കണക്കാക്കി അവർ നല്ല രീതിയിലുള്ള ഹീറ്റ് സിങ്കാണ് ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കമ്പോണൻസ് നോക്കിയാലും എല്ലാം നല്ല ക്വാളിറ്റി കമ്പോണൻസ് ആണ്. ഈ ബോർഡ് നമുക്ക് കാണാനും ഒരു ഭംഗിയാണ്. പിന്നെ കാണേണ്ട ഭംഗി നമുക്ക് ഇത്ര നോക്കിയാലും നമ്മൾ സാധനം എടുക്കാണ്ട്. കാരണം അതിൻ്റെ വർക്കിംഗ് നമ്മൾ നോക്കണം. കാണേണ്ട ഭംഗിക്കല്ലേ, ഇതൊക്കെ നമ്മൾ കേട്ട് നമ്മൾ പാട്ട് കേൾക്കാനല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബോർഡുകളൊക്കെ തന്നെ എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് കാണാനും ഭംഗിയുണ്ട്, നല്ല വർക്കിങ്ങും ഉണ്ട്. ഇപ്പോൾ എൻ്റെ കമ്പോണൻസ് ക്വാളിറ്റിയൊക്കെ നോക്കിയാലും അത്യാവശ്യം നല്ല റെസിസ്റ്റർ ആയിരുന്നാലും എൻ്റെ ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ ഇതെല്ലാം നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല ബ്രാൻഡ് സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലേ. അപ്പോൾ ഈ ബോർഡിൻ്റെ വില വരുന്നത് ഏകദേശം 2000 രൂപ അടുപ്പിച്ചാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ DTEC ഓഡിയോസിനെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ്, ബാലരാമപുരം, പിന്നെ BNB, നെയ്യാറ്റിൻകര ഇവിടെയൊക്കെ ഈ ബോർഡ് ലഭ്യമാണ്. നമ്മുടെ കയ്യിൽ സെയിലില്ല. നമുക്കിപ്പോൾ ഈ ആംപ്ലിഫയർ അസംബ്ലിങ് മാത്രമേ ഉള്ളൂ. സ്പെയർ ഐറ്റംസ് ഒന്നും സെയിലില്ല. അതുമായിട്ട് ആരും വിളിക്കില്ല പ്ലീസ്. കാരണം ഒരുപാട് പേര് നമ്മളിപ്പോൾ വാട്സപ്പിലായിരുന്നാലും അല്ലാതെ നേരിട്ട് കോൾ ചെയ്തൊക്കെ ഓരോരോ ബോർഡുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾക്കിപ്പോൾ സെയിലില്ല, നമുക്ക് അസംബ്ലിങ് മാത്രമേ ഉള്ളൂ. ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. അല്ലാതെ ഈ സ്പെയർ ചോദിച്ചുകൊണ്ടൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഇതിൻ്റെ സ്പെയർ കാര്യങ്ങളൊന്നും സെയിലില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇനി ഇപ്പോൾ നമ്മൾ ഉടനെ ഒരു വീഡിയോ ഇടാൻ പോകുന്നത് 5.2 ആംപ്ലിഫയർ. നമ്മൾ നേരത്തെ ഒരു 2.2 ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ എങ്ങനെയെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2.1 ആംപ്ലിഫയർ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് 5.2 ഒരു ആംപ്ലിഫയർ അസംബ്ലിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയലായിട്ട് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും. അതിന് മുമ്പ് ഇടയ്ക്ക് 2-3 ബോർഡുകളിലൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ വീഡിയോ ഒക്കെ വഴിയെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങൾ കൂടുതൽ ലൈക്ക് ചെയ്യുന്നതനുസരിച്ചാണ്, ലൈക്കും കമൻറ്റും ഇടുന്നതനുസരിച്ചാണ് നമുക്ക് വീഡിയോ കുറച്ച് റീച്ച് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെ റീച്ച് കിട്ടിയാലേ നമുക്ക് ഈ ബോർഡ് റിവ്യൂസൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും, ചെയ്യാനുള്ള ഒരു താല്പര്യം വരുള്ളൂ. അപ്പോൾ നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.